ശ്രീ അഖിൽ, UDF ഭേദപ്പെട്ട ഒരു വിജയം തന്നെയാണ് ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉണ്ടായത്. അത് ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിയമസഭയിലേക്ക് കടക്കുമ്പോൾ അതൊരു പ്രതീക്ഷ കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു വിജയം ഇത് മതിയായിരുന്നില്ലല്ലോ. അവിടെ തന്നെ പല പാളിച്ചകളും ഉണ്ടായിട്ടുണ്ട്. പാർട്ടിക്ക് അകത്തു നിന്നുള്ള ചില വ്യക്തിപരമായ പല കാര്യങ്ങളും അത് ഈ അടുത്ത നാളുകളിൽ വരെ പരാമർശങ്ങളിലൂടെയും തർക്കങ്ങളുടെയും ഒക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലൊക്കെ ഒരു മാറ്റം ഇനിയെങ്കിലും ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ടോ പാർട്ടിക്കകത്ത്? മായ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ മായ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നേതാക്കന്മാരുടെ അഭിപ്രായം പറയുന്ന രീതിയെക്കുറിച്ചാണെങ്കിൽ തീർച്ചയായും ഒരു കാര്യം മായ കൃത്യമായി മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോ BJP അല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ജനാധിപത്യ ബോധ്യമുള്ള ജനാധിപത്യ അടിസ്ഥാനത്തിൽ വർത്തമാനം പറയാൻ ആർക്കും സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ KPCCയുടെ മെമ്പറാണ്. എനിക്കും എൻ്റെതായ അഭിപ്രായം കൃത്യമായി ഇപ്പോൾ പാർട്ടി കോറങ്ങളിനകത്ത് വളരെ വ്യക്തമായി തന്നെ ഏത് നേതാവിനോടും ആ നേതാവിനോടൊരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്താണോ നടക്കുന്നത്, പിണറായി വിജയൻ വന്നിട്ട് ഒരു പോക്കറ്റിൽ നിന്നൊരു പേപ്പർ എടുത്ത് കടലാസ് എടുത്ത് വായിക്കുന്നു, അതിനെ കൈയടിച്ച് പാസ്സാക്കി അവിടെയുള്ള അവരുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പോകുന്നു. എനിക്കൊന്ന് ഏകദേശം സമാനമായിട്ടാണ് BJPക്കകത്തുള്ള തീരുമാനങ്ങൾ. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നേതാവ് അങ്ങനെ വന്നാൽ തന്നെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പേപ്പർ എടുത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ ആ അഭിപ്രായത്തെ ചോദ്യം ചെയ്യാനും ആ അഭിപ്രായത്തിനകത്ത് മറു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ട്. അതൊരു ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോൾ വിവിധ അഭിപ്രായങ്ങൾ ഒരേ വിഷയത്തിൽ തന്നെ ഉള്ള നേതാക്കന്മാരുണ്ടാവും. പക്ഷേ പാർട്ടി ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ ഉറച്ചുവയ്ക്കുക അത് പാർട്ടിയുടെ നിലപാടാണ്. അത് ഞങ്ങൾ അങ്ങനെ തന്നെ പോകും. പിന്നെ ഞാൻ ഈ സാമാന്യം നല്ല വിജയമെന്ന് മായ പറയുമ്പോഴും മായ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ മാത്രം പരിശോധിച്ചാൽ മതി. ഗ്രാമപഞ്ചായത്തുകളിൽ മിന്നും വിജയം കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം വിജയം നമുക്കുണ്ടായിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളാകട്ടെ, ഈ പറയുന്ന പോലെ ജില്ലാ പഞ്ചായത്തുകളാകട്ടെ, കോർപ്പറേഷനുകൾ, ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ പോലും ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം ഒരു വലിയ മികച്ച വിജയം ഞങ്ങളിലേക്ക് വന്നു ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിലേക്ക് മാറ്റി അത് എനിക്ക് തോന്നുന്നു CPMൻ്റെ എന്തോ ഒരു ചെറിയൊരു അധികമായ സീറ്റുകളിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണക്കുകൾ, സ്ക്രീനിലെ കണക്കുകൾ അതാണ് ബോധ്യപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വളരെ മികച്ച രീതിയിലുള്ള വിജയം. ജനം എന്താണോ മനസ്സിൽ കണ്ടത്, ജനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്ന് MM മണിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. എന്താണ് CPMൻ്റെ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ജനങ്ങളെല്ലാം വാരി തിന്നുകൊണ്ട് ഞങ്ങളെ പറ്റിച്ചിട്ട് പോയി എന്നുള്ള അത്തരത്തിൽ ജനങ്ങളെ അപഹാസ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ തന്നെ പ്രിയങ്കരായിട്ടുള്ള രാഗി പറഞ്ഞ കൗൺസിലർ പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ച എന്നാണ്. അക്കരെ പച്ച എന്ന് പറയുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് എന്തോ അബദ്ധം പറ്റി ഞങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന അവരുടെ രാഷ്ട്രീയത്തിലാണ് പ്രശ്നം. ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി ജയിച്ചു വന്നാൽ മാത്രമേ ജനം എപ്പോഴും ശരിയാണ്, ജനം പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്ന സിസ്റ്റത്തിലാണ് പ്രശ്നം. അവർ പറയുന്ന രീതിക്കാണ് പ്രശ്നം. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ബോധ്യം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. അവർക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ അറിയാം. കുടുംബങ്ങളിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ. അപ്പോൾ മലയാളികൾ രാഷ്ട്രീയം ചർച്ച ചെയ്യാം. അവർ ജനം എന്തിനു വേണ്ടി മുഖ്യ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ളൊരു ആശങ്ക, ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പോലും ഞങ്ങളെ കണക്ക് കൂട്ടുകളിൽ തെറ്റിച്ച ഒന്നായിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം. ആ സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ സമയത്ത് പോലും ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിലുള്ള ഒരു അന്തർധാര നാടകം എന്തായാലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ഒരു സീറ്റിലെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് പറഞ്ഞിരുന്നു. അന്ന് ഈ പറഞ്ഞതുപോലെ ഒരു സീറ്റ് ജയിച്ച് വന്നപ്പോഴത്തേക്കും അത്തരത്തിലുള്ള ചർച്ച വന്നെങ്കിൽ CPM അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവരുടെ അധികാരത്തിലിരിക്കുന്ന അവരുടെ ഒരു സ്ട്രെങ്ത് കൊണ്ടായിരിക്കാം. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മകനെതിരെ EDയുടെ നോട്ടീസ് വരുന്നു. ആ നോട്ടീസിനെ സംബന്ധിച്ചിടത്തോളം ആ നോട്ടീസിനെ പറ്റി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യലിലേക്ക് വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു നോട്ടീസിനെ പറ്റി പോലും പറയാൻ അന്വേഷണ ഏജൻസികൾ പോലും തയ്യാറാകാത്ത രീതിയിലൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഈ തരത്തിൽ ഏതോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടന്നു എന്ന് ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഈ പറയുന്ന വിധി വരുമ്പോൾ ഞങ്ങൾ സംശയിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഏത് രീതിയിലാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് തന്നെ ഞാൻ എൻ്റെ നാട് കഴക്കൂട്ടമായതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. കഴക്കൂട്ടത്ത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ആനി അശോകൻ CPMൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ആദ്യം പറഞ്ഞത് കടകംപള്ളി സുരേന്ദ്രൻ MLAക്കെതിരെയാണ്. അവർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? കഴക്കൂട്ടത്ത് കടകംപള്ളി BJP ഡീലുണ്ട്, നിങ്ങൾ കാണുന്ന കമ്മ്യൂണിസ്റ്റ് സഖാവല്ല, രാത്രിയാകുമ്പോൾ ഇയാൾ RSS ആണ് BJP ആണ് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ആനി അശോകാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് കടകംപള്ളി BJP ഡീൽ കഴക്കൂട്ടത്തുണ്ട് എന്ന് പറഞ്ഞത് ആരെന്നറിയാമോ?
ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഉള്ളൂർ വാർഡിൽ CPM-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അദ്ദേഹം ആർക്കെതിരെ പറഞ്ഞു? കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഞങ്ങൾ ഇന്ന് ഈ റിസൾട്ട് വരുന്ന സമയത്ത് വളരെ, ഞാൻ കുറച്ച് വിശദമായ കണക്കുകളിലേക്ക് പോയിട്ടില്ലെങ്കിൽ പോലും ഈ റിസൾട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കഴക്കൂട്ടത്ത് എവിടെ പോയി എന്നുള്ളത് വിശകലമായ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ അത് BJP-യുടെ ക്യാമ്പിലേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, CPM-ന്റെ നേതാക്കൾ പറയുന്നത്, ഇപ്പം ഞങ്ങളൊക്കെ അവരോട് ചോദിക്കുമല്ലോ, ഇപ്പോഴത്തെ ഈ തിരിച്ചടിയെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ മൈക്ക് വയ്ക്കുമ്പോൾ പറയുന്നത്, നേതാക്കളൊക്കെ പറയുന്ന കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത ജനവിധിയാണ്, തോൽവി പരിശോധിക്കും എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എന്താണ് പരിശോധിക്കാനുള്ളത്? ഇനിയും അവർക്ക് കാര്യങ്ങൾ വ്യക്തമായില്ലേ? അല്ല, അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നാം പിണറായി വിജയൻ സർക്കാരും ഏതാണ്ട് ഇത്തരത്തിലൊക്കെ തന്നെയാണ് കേരളത്തിലെ ഭരണം നടത്തിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് പ്രതിപക്ഷം എന്ന് പറയുന്നത് വളരെ 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 ദുർബലമായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്കിപ്പോൾ മറ്റൊരു അഭിപ്രായം ആർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ സമയത്തെ സംബന്ധിച്ചിടത്തോളം കുറേ PR എക്സസൈസിലൂടെ അവർക്ക് പുറംമോടി വരുത്തുവാനും പുറത്ത് പെയിൻ്റ് അടിച്ച് ചില കാര്യങ്ങളെ അവതരിപ്പിക്കുവാനും വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. പക്ഷെ രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരുന്ന സമയത്ത് ഈ പുറം പാളിയുണ്ടല്ലോ, ഇവർ ഈ പെയിൻ്റ് അടിച്ച് അവതരിപ്പിച്ചിരുന്നു, ഇത് മുഴുവനും പൊളിഞ്ഞ് താഴെ വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ വാഗ്ദാനം നടത്തിയിട്ടാണ് അവർ വന്നത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 10 ദിവസം മുമ്പ് മാത്രമാണ് അത് വർദ്ധിപ്പിച്ച് 2000 ആക്കുവാൻ വേണ്ടിയിട്ട് ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അവർക്ക് ബോധ്യമുണ്ട്. അതുമാത്രമല്ല, ഞാൻ കിറ്റിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിറ്റ് പലപ്പോഴും നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് താഴെത്തട്ടിൽ സഖാക്കൾ വീട് കയറി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലൊന്നുമല്ല. വീടാന്തരം കയറിയിട്ട് 5 വർഷവും കിറ്റ് തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും പലയിടത്തും കയറിയിട്ട് ഇവർ വോട്ട് ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞോടുകൂടി കിറ്റുമില്ല, ആളുമില്ല എന്ന് പറയുന്ന സാഹചര്യമായി. അപ്പോൾ അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും പല വിഷയങ്ങളിലും. ഇപ്പോൾ ആശുപത്രിയുടെ കാര്യത്തിൽ വലിയ മേനി പറയുകയാണ്. ഇപ്പോൾ എന്താണ് നമ്മുടെ ആരോഗ്യ സംവിധാനം എന്നുള്ളത്. ആരോഗ്യ സംവിധാനം നമ്മുടെയൊക്കെ മുന്നിൽ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതിൻ്റെ അടിയിൽപ്പെട്ട ആൾക്കാർ മരിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും, പക്ഷേ സംസ്ഥാന സർക്കാർ കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MV ജയരാജൻ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞത്, ഇനിയും തിരുത്താൻ പോകുന്നേ ഉള്ളൂ. അല്ല, അവരിനി തിരുത്തുകയോ തിരുത്താണ്ടിരിക്കുകയോ ചെയ്യട്ടെ, ജനം അവരെ തിരുത്തി. നിങ്ങൾ വേണ്ട, ജനം അവർക്ക് പറ്റിയ തെറ്റ് ജനം തിരുത്തുകയാണല്ലോ. അതാണല്ലോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ BJP 35 സ്ഥലത്ത് ജയിച്ചു. ഞങ്ങൾക്ക് 10 സിറ്റിംഗ് സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ നമുക്ക് 45 എത്തേണ്ടതായിരുന്നു. പക്ഷേ എന്താണ്, ജനം അത് തിരുത്തി. ആ തെറ്റിത്തവണ ജനം തിരുത്തുകയും കൃത്യമായിട്ട് CPM-നെ മാറ്റി BJP തിരുവനന്തപുരം നഗരസഭയുടെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവർ തിരുത്തുകയോ തിരുത്താതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതിനകത്ത് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, അവർക്കിത് വലിയ തിരിച്ചടിയായിട്ടും അവർ അപ്രതീക്ഷിതമായിട്ട് അവർക്ക് തോന്നുന്നതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞു. ഒന്നാം പിണറായി വിജയൻ സർക്കാരിനും രണ്ടാം പിണറായി വിജയൻ സർക്കാരും തമ്മിൽ പ്രവർത്തനങ്ങളുടെ ശൈലിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് എല്ലാം ഭംഗിയുള്ള ഒരു കവറിട്ട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ ഭംഗിയുള്ള മൂടി എന്നുള്ളത് അങ്ങ് മാറിപ്പോകുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ കോവിഡിൻ്റെ സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും ഇന്ത്യയിലെ ഏറ്റവും കുറവ് മരണനിരക്കുള്ള സംസ്ഥാനമായിരുന്നു കേരളം എന്നുള്ളതായിരുന്നു. എല്ലാവർക്കും ഓർമ്മ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കേരളം കോവിഡിനെ പരാജയപ്പെടുത്തി എന്നുള്ളതായിരുന്നു വലിയ പ്രചരണം. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് കൃത്യമായിട്ട് പിടി വീഴുകയും കേരളത്തിലുള്ള യഥാർത്ഥ മരണത്തിൻ്റെ കണക്ക് പുറത്തേക്ക് വരികയും ചെയ്തത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിൽ ഏറ്റവും അധികം കോവിഡ് മരണം നടന്ന 1ാമത്തെയോ 2ാമത്തെയോ സംസ്ഥാനമായിട്ട് കേരളം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങളാണ് ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയത് എന്നുള്ള തലത്തിൽ അവരുടെ ക്യാമ്പയിൻ പൊക്കൊണ്ടിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് യാഥാർത്ഥ്യം. അതാണ് ഞാൻ പറഞ്ഞ ഈ ഭംഗിയുള്ള കവറിട്ട് മൂടി വെച്ചിരുന്ന ചില സാധനങ്ങളുണ്ടായിരുന്നു, അതങ്ങ് മാറിപ്പോവുകയും യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങൾ കാണുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഒന്നൊന്നായിട്ട് പരിശോധിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പായിരുന്നാലും ശരി തന്നെയാണ്, ഉപതെരഞ്ഞെടുപ്പുകളായിരുന്നാലും ശരി തന്നെയാണ്, ഒന്നിൽ പോലും അവർക്ക് മേൽക്കൈ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി തങ്ങളെ അവർ പറ്റിക്കുകയായിരുന്നു എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അവർക്കിത് അപ്രതീക്ഷിതമായിട്ട് തോന്നുന്നത്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്രതീക്ഷിതമല്ല.
പാർട്ടി ഏതായാലും CPM ഏതായാലും എങ്ങനെ ഈ തോൽവി സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഒരു പഠനം നടത്താൻ പോകുന്നു എന്നാണ് കേട്ടത്. അത് പതിവാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് MV ജയരാജനെ പോലെയുള്ളവരൊക്കെ ഇത് പറഞ്ഞത്. പരിശോധിക്കും, തിരുത്തേണ്ട കാര്യങ്ങളൊക്കെ തിരുത്തും എന്നൊക്കെ പറഞ്ഞത്. ഒപ്പം അവർ ഗൗരവമായി എടുക്കുന്ന ഒരു കാര്യമുണ്ട്, BJPയുടെ മുന്നേറ്റം. അതേറെ ഗൗരവമുള്ളതാണെന്നാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത്. അതിലും ഒരു പഠനമുണ്ട് യുവരാജ്. BJPയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് BJPക്ക് ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനകത്ത് BJP 20% വോട്ട് നേടുന്ന സാഹചര്യം ഉണ്ടായി. ഒരു MP ജയിച്ചു, 2 സ്ഥലത്ത് 2ാം സ്ഥാനം വന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ വളർച്ച സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പ്രസിഡൻ്റായതിനു ശേഷം അത് അദ്ദേഹം മറ്റൊരു ഒരു നറേറ്റീവിൻ്റെ കേരളത്തിൽ അനുയോജ്യമാകുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു നറേറ്റീവ് അദ്ദേഹം സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ രാഷ്ട്രീയത്തിനെ ജനം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി മുമ്പോട്ട് വയ്ക്കുന്ന വികസിത ഭാരതം എന്ന് പറയുന്ന ആ ആശയത്തിനെ കേരളത്തിലേക്ക് വികസിത കേരളം എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ചു. വികസിത അനന്തപുരി എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് മുമ്പോട്ട് വെച്ചു. തീർച്ചയായിട്ടും ജനങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 35 സീറ്റുകൾ ഞങ്ങൾക്ക് നിലനിർത്താനായിട്ടുണ്ട്. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റുകളുടെ 90% ഞങ്ങൾക്ക് നിലനിർത്താനാവുന്നതിനൊപ്പം പുതിയ സീറ്റുകൾ പിടിച്ചെടുക്കാനും കൂടി സാധിച്ചുകൊണ്ടാണ്. കാരണം എന്താണ്, BJPയുടെ കൗൺസിലർമാർ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ കരമന അജിത്ത് എന്ന് പറയുന്ന കൗൺസിലർ തൊട്ട് മുമ്പ് ആദ്യം കരമനയിലായിരുന്നു, പിന്നീട് അദ്ദേഹം നെടുങ്കാട് പോയി തിരിച്ച് കരമനയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 2000-ന് പുറത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ MR ഗോപൻ, അദ്ദേഹം പൊന്നുമംഗലത്ത് നേമത്ത് വീണ്ടും നേമത്തേക്ക് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അവരെ പോലുള്ള ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ BJPയുടെ ഏത് സമുന്നതനായ നേതാവാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ചിട്ട് തോൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ? അങ്ങനെ ഒരാളും ഉണ്ടായിട്ടില്ല. മത്സരിച്ച് ഏതാണ്ട് പ്രമുഖരായിട്ടുള്ള എല്ലാവരും തന്നെ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രമുഖനായ ഒരാൾ തോറ്റു എന്ന് പറയാൻ വേണ്ടിയിട്ട് പോലും ഇല്ല. അത് സിറ്റിംഗ് കൗൺസിലർമാരായി കൊണ്ടുപോട്ടെ, അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നവർ ഇപ്പോൾ തിരിച്ചു വന്ന് മത്സരിച്ചവരാവട്ടെ, അങ്ങനെ ആരും തന്നെ ഇല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ BJPയുടെ ഏറ്റവും ബാലികേറ മലയായിട്ടുള്ളൊരു സീറ്റാണ് പുഞ്ചക്കരി. BJPക്ക് അവിടെ ഡെമോഗ്രാഫിക്കലി ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമേ ഇല്ല. ആ പുഞ്ചക്കരിയിൽ പോലും 2020 ഇപ്പോൾ ഇന്നത്തെ മേലാങ്കോട് കൗൺസിലറായിട്ടുള്ള ശ്രീ പാപ്പനംകോട് സജി പോയി മത്സരിക്കുന്ന സമയത്ത് അതിശക്തമായ പോരാട്ടമാണ് നടന്നത്. അത് BJPയുടെ സംഘടനാ സംവിധാനത്തിലുപരി അദ്ദേഹം മേലാങ്കോട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു റിസൾട്ട് കൊണ്ടാണ് അങ്ങനൊരു ഫൈറ്റ് അവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ പെർഫോമൻസ് കാലാകാലങ്ങളായിട്ട് BJPയുടെ കൗൺസിലർമാർ കഴിഞ്ഞ 10 വർഷമായിട്ട് ആ ഒരു സ്റ്റഡി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ ഒരു ട്രാക്ക് റെക്കോർഡ് തീർച്ചയായിട്ടും BJPയെ ട്രസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ജനങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശ്രീ ജയസഖി, ഇന്നിപ്പോൾ K. സുധാകരൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ജനവിരുദ്ധ സർക്കാരിനും പിണറായിക്കുമെതിരെയുള്ള ജനവിധിയാണ് എന്നൊക്കെ പറഞ്ഞു. ശരി, സമ്മതിച്ചു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് BJPയുമായി ചേർന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച CPMനേറ്റ തിരിച്ചടിയാണ് ഇതെന്നാണ് പറഞ്ഞത്. അങ്ങനൊരു ഡീലുണ്ടായിരുന്നു. ഞാൻ അതാണ് കുറച്ചു മുമ്പേ പറഞ്ഞു വന്നത്. ഞങ്ങൾ ഈ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ അട്ടിമറി വിജയം എന്നുള്ളത് ഞങ്ങൾ ശക്തിയുക്തമായി തന്നെ ഞങ്ങൾ അതിനെ സംശയിക്കുന്നു. കാരണം എൻ്റെ സംശയം അതല്ല. അദ്ദേഹം പറഞ്ഞ ആ കാര്യം BJPയുമായി ചേർന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച CPMന്, അപ്പോൾ BJPയുമായി അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മലപ്പുറത്ത് ജില്ലാ ഡിവിഷനിൽ മത്സരിച്ച മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 35 സീറ്റാണുള്ളത്. ആ 35 സീറ്റിൽ 35 സീറ്റും UDF ആണ്. അവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒന്നുപോലും മിച്ചമില്ലാതെ, പ്രതിപക്ഷത്തിന് ഒന്നുപോലും ഇല്ലാതെ മലപ്പുറം നമ്മൾ ജയിച്ചിരിക്കുക. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും ഇവർ പറഞ്ഞിരുന്ന BJP കോൺഗ്രസ് അന്തധാര എന്ന് പറഞ്ഞിട്ട് ഇവർ ഉണ്ടാക്കിയിരുന്ന ഒരു നരേഷനുണ്ട് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത്. അത് കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹം ഉൾപ്പെടെ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനം, അവർ പറയുന്നതൊന്ന് അവർ പ്രവർത്തിക്കുന്ന മറ്റൊന്നൊന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ആരിപ്പോൾ ട്രിവാൻഡ്രത്ത് നേമത്തെ MLA ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള V. ശിവൻകുട്ടി സഖാവ്, ആ സഖാവിനെ ഞങ്ങളാരും മറ്റേ സംഘിക്കുട്ടി എന്ന് വിളിച്ചിട്ടില്ല.
ഞങ്ങൾ അദ്ദേഹത്തെ സംഘിക്കുട്ടിയെന്ന് വിളിച്ച കേട്ടപ്പോൾ നമുക്ക് തന്നെ പ്രയാസം തോന്നി. ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ ഇപ്പോൾ ഒന്ന് അദ്ദേഹത്തിന് സുഖമില്ല, ശാരീരിക ബുദ്ധിമുട്ടുകളുമുണ്ട്. അദ്ദേഹത്തെ സംഘിക്കുട്ടിയെന്ന് വിളിച്ചത് വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ ഘടകകക്ഷിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ASFൻ്റെ സഖാക്കന്മാരാണ് അദ്ദേഹത്തെ സംഘിക്കുട്ടിയെന്ന് വിളിച്ചത്. അദ്ദേഹത്തിന് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോഴത്തേക്ക് ABVPയുടെ നേതാക്കന്മാർ പോയി അദ്ദേഹത്തിന് ഷാളിട്ട് കൊടുക്കുകയാണ്. ഇത് അന്തർധാരയല്ല എന്ന് പറയാൻ കഴിയൂ. ഏത് തരത്തിലുള്ള ഒരു സെറ്റിൽമെൻ്റ് ആയിരുന്നു? അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതേ CPIയുടെ നിലപാടാണോ CPMന് ഈ PM ശ്രീ വിഷയത്തിനകത്ത് ഉണ്ടായിരുന്നത്? മുഖ്യമന്ത്രിയുടെ മക്കളുടെ കാര്യം പരിശോധിക്കുക. മുഖ്യമന്ത്രിയുടെ മക്കളുടെ കാര്യത്തിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഏത് സാഹചര്യത്തിൽ എവിടെ എത്തി നിൽക്കുന്നു? എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല? ഒന്നും വേണ്ട. ഈ നമ്മുടെ ശബരിമല വിഷയത്തിൽ SITയുടെ അന്വേഷണം, കോടതിയുടെ നേതൃത്വത്തിൽ SITയുടെ അന്വേഷണം നടന്നു. വാസു അറസ്റ്റിലായി. അത് കഴിഞ്ഞിട്ട് പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അറസ്റ്റിലായി. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പത്മകുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തായിരുന്നു? ഞാൻ ദൈവതുല്യമായി വിശ്വസിച്ചിരുന്ന ആളുകൾ, അവരെ ഞാൻ വിശ്വസിച്ചു, പക്ഷേ അവരെന്നെ കൈവിട്ടു. ആരെയാണ് ഉദ്ദേശിച്ചത്? സാക്ഷാൽ കടകംപള്ളി സുരേന്ദ്രനെ അല്ലേ? എന്തുകൊണ്ട് അന്വേഷണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ഈ നിമിഷം വരെ SITയുടെ അന്വേഷണം എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല? പോയി കഴിഞ്ഞാൽ അത് കടകംപള്ളിയിലേക്ക് ചെല്ലും, കടകംപള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് പിണറായി വിജയനിലേക്ക് ചെല്ലും. എന്തുകൊണ്ട് അത് അവിടെ സ്റ്റോപ്പായി നിൽക്കുന്നു? അത് ഈ ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് ഞങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായി അന്തർധാര സജീവമായി BJPയുമായി ഉണ്ടായിട്ടുള്ളത് എനിക്കൊന്ന് ഇവിടുത്തെ BJP നേതാക്കന്മാരുമായിട്ട് നേരെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കേന്ദ്ര അല്ല മായ എനിക്ക് കുറച്ചുകൂടി സമയം തരണം. കാരണം ഞാൻ ഗൂഗിളിന് കൊടുത്തതിൻ്റെ പകുതി സമയമെങ്കിലും എനിക്ക് തരണം എന്നുള്ളതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇപ്പോൾ K-Rail വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ചാനലിൽ വന്നിരുന്നു പറഞ്ഞു, ഒരു കാരണവശാലും K-Rail കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിണറായി വിജയൻ നേരിട്ട് മുഖ്യമന്ത്രി നേരിട്ട് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഇറങ്ങി വന്ന് നടത്തുന്നൊരു പത്രസമ്മേളനം നിങ്ങളുടെയൊക്കെ ഗാലറി തന്നെ ഉണ്ടാവും. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. മുഖ്യമന്ത്രി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു, പ്രധാനമന്ത്രി നേരിട്ട് ഞങ്ങളുടെ പ്രോജക്റ്റ് കേട്ടു, കേരളത്തിന് അനുകൂലമായി K-Railന് അനുകൂലമായി അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ വിഷയമല്ല. ഞാൻ മായ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കുള്ള ഡൈവേർഷൻ അല്ല ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ഈ LDFന്റെ ഈ തിരിച്ചടി, അതേക്കുറിച്ചൊക്കെ നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു. ഭരണവിരുദ്ധ വികാരം ഒക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അടികിട്ടിയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രചരണ ചർച്ചകൾ, അതുമായി ഉയർന്നു വന്ന തന്ത്രങ്ങൾ, അതൊക്കെ തന്നെയല്ലേ CPMന് വലിയ തിരിച്ചടിയായത്? അല്ല, ശബരിമല ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു. ശബരിമലയിൽ കയറി എന്ത് കാണിച്ചാലും അവസാനം ഞങ്ങൾ തന്നെ ജയിക്കും എന്ന് പറയുന്ന ഒരു സാഹചര്യം കേരളത്തിൽ 2018 ശേഷമുണ്ട് എന്നാണ് അവർ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ അങ്ങ് ഒരാളെ തോണ്ടി വിടണ്ട. അതായത് മഹിഷിയാണെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് നിഗ്രഹിച്ച് വിട്ടേക്കാമെന്നുള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ഉയരം കൂടും തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്ന് പറയുന്നത് പോലെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ട് താഴേക്ക് തള്ളിയിട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ വലിയൊരു വികാരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് കേരളം ഒട്ടും കലയടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഭാഗത്ത് ശബരിമലയാണെന്നുണ്ടെങ്കിലും മറുഭാഗത്ത് വിലക്കയറ്റം ഉൾപ്പെടെ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ രണ്ട് പ്രശ്നങ്ങളും കൂടി ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെയും CPMനെയും ഇന്ന് കാണുന്ന ഈ ഗതിയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മാറാത്തത് മാറുമെന്നായിരുന്നല്ലോ നിങ്ങളുടെ മുദ്രാവാക്യം. അതിപ്പോൾ മാറിയിരിക്കുകയാണ്. ചരിത്രത്തിലാദ്യമായി ഒരു കോർപ്പറേഷൻ്റെ തലപ്പത്ത് കോർപ്പറേഷൻ പിടിച്ചെടുക്കുകയാണ് BJP. അതും പത്മനാഭൻ്റെ മണ്ണിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് BJPയുടെ, ഇനിയിപ്പോൾ 2026 മുന്നിലുണ്ട് നിയമസഭ, എങ്ങനെയാണ് മുന്നൊരുക്കങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്, അതെങ്ങനെയാണ്? അല്ല, തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു കോർപ്പറേഷനിൽ ഭരണത്തിൽ വരാൻ സാധിക്കും എന്നുള്ള കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം നഗരസഭയിൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. BJP കുറേ സീറ്റുകൾ പിടിക്കുക മാത്രമല്ല, ശരിക്കും അത് ജയിച്ച് ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള കാര്യമാണ് ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതുകൊണ്ട് മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യം കൊണ്ട് ഉദ്ദേശിച്ചത്. അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ എഫക്റ്റീവായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജനങ്ങൾ ആ മുദ്രാവാക്യത്തിൽ ഉൾപ്പെടെ വലിയ വിശ്വാസം അർപ്പിച്ചതിൻ്റെ ഫലം കൂടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ റിസൾട്ട്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ജയസഖിൽ, ശ്രീ യുവരാജ് ഗോകുൽ.